സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബോയ V10 പറഞ്ഞുള്ള മൈക്കിലൂടെയാണ്. 2 വർഷത്തോളം വാറണ്ടി ഈ ഒരു ബ്രാൻഡ്. ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും JP വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ബോയയുടെ ഒരു BY-V10 പറഞ്ഞുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. അതായത് ഇതൊരു വയർലെസ് മൈക്കാണ്. ബോയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല അടിപൊളി ബ്രാൻഡാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ബോയയിൽ തന്നെ V1 ഉണ്ട്, V2 ഉണ്ട്, അതേപോലെ V10 ഉണ്ട്, V20, പിന്നെ അതേപോലെ V സീരീസ് അല്ലാത്ത കുറേ ബ്രാൻഡുകളുണ്ട്, മോഡലുകളുണ്ട്. അപ്പോൾ ഈ V1ഉം V2 ഒക്കെ പറയുന്നത് ഐഫോണിന്റെ ലൈറ്റിനിങ് പോർട്ട് വരുന്ന മൈക്കാണ്. അപ്പോൾ V10ഉം അതേപോലെ V20 ഒക്കെയാണ് നമ്മളെ ആൻഡ്രോയിഡിന് സൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിന്റെ ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് നമുക്കൊന്ന് അതിന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു യൂസർ മാനുവൽ നമുക്ക് വരുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, ഇനിയിപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ ഇതൊക്കെ വായിച്ച് നോക്കാം. അതേപോലെ ഒരു വാറണ്ടി കാർഡ് നമ്മളുടെ കൂടെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു പൗച്ച്, ചെറിയൊരു കവർ പോലെ നമ്മളെ മൈക്ക് ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കേബിളും വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട ആളാണ് ബോയയുടെ BY-V10 പറഞ്ഞിട്ടുള്ള ഈ ഒരു മൈക്ക്. ഒരു റിസീവറും അതേപോലെ ഒരു ട്രാൻസ്മിറ്ററും ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്മിറ്ററാണ് നമ്മൾ ഈ കേബിൾ വെച്ചിട്ട് ചാർജ് ചെയ്യേണ്ടത്. അതേപോലെ ഈ ഒരു റിസീവർ നമ്മൾ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നമ്മൾ ഡയറക്റ്റ് ഫോണിൽ കണക്ട് ചെയ്യാം. ഞാൻ ആദ്യം ഓർഡർ ചെയ്തപ്പോൾ ബോക്സ് ഇതേപോലത്തെ ബോക്സ് ആണെങ്കിലും വന്നിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുള്ള മൈക്ക് എന്ന് പറയുന്നത് ഉള്ള സെൻറ്ററിൽ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ ഉള്ളിൽ ബോയാന്ന് എഴുതിയിട്ടായിരുന്നു ആ മൈക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് റിട്ടേൺ അടിച്ചിട്ട് എനിക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു മൈക്കാണ് ഈ ഒരു മൈക്ക്. അപ്പോൾ ഇത് അത്യാവശ്യം മറ്റേ പഴയ മോഡലിനെ അപേക്ഷിച്ച് മോഡലുകൾ ഇതിൻ്റെ ഡിസൈനിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ക്വാളിറ്റിക്കും കാര്യങ്ങളിലൊന്നും മാറ്റം വന്നിട്ടില്ല. നമ്മൾ ആമസോണിൽ നിന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ അവർ പറയുന്നുണ്ട് ഡിസൈനിൽ മാറ്റം വന്നിട്ടുള്ളൂ, ക്വാളിറ്റിക്ക് മാറ്റം വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ബോയയുടെ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നതും ഇതാണ് റിസീവർ എന്ന് പറഞ്ഞത്. വലിയ അക്ഷരത്തിൽ ഇതാ ബോയ എന്ന് ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇതിന് 2 ബട്ടണാണ് വരുന്നത്. ഒരു പവർ ബട്ടണും അതേപോലെ ഒരു നോയിസ് ക്യാൻസലേഷൻ ബട്ടണുമാണ് വരുന്നത്. ഇപ്പോൾ ഈ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ മൈക്ക് ഓൺ ആവും, അതേപോലെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ മൈക്ക് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ റെഡും ബ്ലൂവും മിന്നിക്കളിക്കും. അതെന്താ കാരണം ചോദിച്ചാൽ നമ്മൾ ഈ ഒരു റിസീവർ നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് മിന്നിക്കളിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫോണുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സ്റ്റോപ്പ്, ഈ മിന്നി കളിക്കുന്ന സ്റ്റോപ്പ്. ഇപ്പോൾ ബ്ലൂ ലൈറ്റ് മാത്രമേ കത്തുണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കാണാനൊരു സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബ്ലൂ ലൈറ്റ് കത്തും. ഇവിടെ വേറൊരു ബട്ടൺ കൂടി ഉണ്ട്, നമുക്ക് നോയിസ് റിഡക്ഷൻ പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കൂടി ഉണ്ട്. ആ ഒരു ബട്ടൺ നമ്മൾ ഒരു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്ലൂ ലൈറ്റ് എന്നുള്ളത് ഗ്രീൻ ലൈറ്റ് ആയിട്ട് മാറും. അതായത് റിഡക്ഷൻ ഓൺ ആയി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിന്റെ മൈക്കിന്റെ ക്വാളിറ്റിയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു അൺബോക്സിങ്. നമുക്കൊരു കേബിൾ ഉണ്ട്, ഇതാ ഒരു കേബിൾ ഉണ്ട്. ഈ ഒരു കേബിള് ഇതിൽ കണക്റ്റ് ആക്കിയാൽ ഇതിൽ ചാർജ് ആവും. അപ്പോൾ നിലവിൽ നമ്മൾ മാർക്കറ്റിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മൈക്കാണ് ഇത് തോന്നിയിട്ടുണ്ട്. ഒരു ട്രാൻസ്മിറ്റർ ഉള്ളെങ്കിൽ പോലും അതിനുള്ളൊരു ക്വാളിറ്റി തരുന്നുണ്ട്. ഏകദേശം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2500 രൂപയാണ്. ആമസോണിൽ നിന്നാണ് ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സെയിം റേറ്റ് തന്നെ ഇപ്പോൾ ഗ്രെനാറോ പോലുള്ള മൈക്കുകളെല്ലാം 2 ട്രാൻസ്മിറ്റർ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മൈക്കിന് 2500 രൂപ, 2 ട്രാൻസ്മിറ്ററിനും സെയിം റേറ്റ് ആണെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2 ട്രാൻസ്മിറ്ററിന്റെ റേറ്റ് ഇതിക്ക് വരുമ്പോഴല്ല ഇതിന്റെ റേറ്റ് 2 ട്രാൻസ്മിറ്റർക്ക് പോകുമ്പോൾ അവിടെ ക്വാളിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വാങ്ങുക. ഇപ്പോൾ 2 ട്രാൻസ്മിറ്റർ വേണമെങ്കിൽ 2 മേടിക്കാം, അതേപോലെ ഇനി 1 മതിയെങ്കിൽ 1 മേടിക്കാം. ഇത് ഞാനും യൂട്യൂബിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി മേടിച്ചിട്ടുള്ള ഒരു മൈക്കാണ്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് നമുക്കൊരു റിവ്യൂ പോലെ ചെയ്താൽ മതിയല്ലോ എന്ന്. ഇപ്പോൾ റോഡ് പോലത്തെ മൈക്കുകളൊന്നും നമുക്ക് അഫോർഡബിൾ അല്ല, ഏകദേശം 10,000 അതിന് മുകളിൽ റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു മൈക്കിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് പറഞ്ഞൊക്കെ എങ്ങനെയാണ്, ഇതിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബോയ V10 പറഞ്ഞുള്ള മൈക്കിലൂടെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ബോയയ്ക്ക് V20 പറഞ്ഞുള്ളൊരു മൈക്ക് കൂടിയുണ്ട്.
ആ ഒരു മൈക്ക് എന്ന് പറയുന്നത് 2 ട്രാൻസ്മിറ്ററോട് കൂടി വന്നിട്ടുള്ള ഒരു മൈക്കാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ബോയ V10ലൂടെയുള്ള വോയിസ് ആണ്. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിലവിൽ യാതൊരു നോയ്സ് റിഡക്ഷനും അല്ലെങ്കിൽ നോയ്സ് ക്യാൻസലേഷനും ഓണല്ല. അതായത് ബ്ലൂ ലൈറ്റ് ആണ്. അതേപോലെ നമ്മളെ റിസീവർ എന്ന് പറയുന്നത് നമ്മളെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് നമ്മൾ ഇവിടെ കത്തുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇനി നോയ്സ് റിഡക്ഷൻ പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ട് ഇവിടെ. നോയ്സുകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിലവിൽ നോയ്സുകളും ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടായിരിക്കും, കാരണം ചെറിയൊരു നോയ്സ് റിഡക്ഷൻ നിലവിലുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ബട്ടൺ നെക്കിയിട്ടുള്ള റിഡക്ഷൻ എങ്ങനെയാണ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഗ്രനേറോ പോലത്തെ മൈക്കുകൾ എന്ന് പറയുന്നത് റിഡക്ഷൻ സ്റ്റേജ് 1, സ്റ്റേജ് 2, ലെവൽ 3 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലെവലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലെവലുകളും കാര്യങ്ങളും ഒരൊറ്റ ലെവലേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആ ബട്ടൺ ഒന്ന് നെക്കി നോക്കാം. ഈ ഒരു ബട്ടൺ നമ്മൾ നെക്കുമ്പോൾ ഏകദേശം ഈ ഒരു ബ്ലൂ ലൈറ്റ് മാറിയിട്ട് ഗ്രീൻ ലൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏകദേശം മൈക്ക് നമ്മൾ ഇവിടെയാണ് പൊതുവെ വെക്കൽ. അപ്പോൾ മൈക്ക് അവിടെ തന്നെ വെക്കട്ടെ. ഇപ്പോൾ നോയ്സ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു മൈക്ക് നമ്മൾ ലോങ് പ്രസ് ചെയ്തിട്ട് ഓഫ് ആക്കി എന്ന് വിചാരിക്കുക. തിരിച്ച് ലോങ് പ്രസ് ചെയ്തിട്ട് ഓൺ ആക്കുമ്പോഴും ഇവിടെ ബ്ലൂ ലൈറ്റ് ആയിരിക്കും. അതായത് ഏത് ലൈറ്റിലാണോ ഓഫ് ആയിട്ടുള്ളത് ഇനി ഓൺ ആക്കുമ്പോഴും ആ ലൈറ്റിലായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ബ്ലൂ ലൈറ്റ് കത്തുമ്പോൾ നോയ്സ് റിഡക്ഷൻ ഓൺ അല്ല, ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ നോയ്സ് റിഡക്ഷൻ ഓണാണ് എന്ന് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഇനി നമുക്ക് ഫോണുമായിട്ട്, അതായത് ഞാനും ഫോണും തമ്മിലുള്ള ഒരു വോയിസ് എങ്ങനെയാണ് നമുക്ക് കേട്ടത്. കാരണം മൈക്ക് ഇല്ലാതെ ഫോണുമായിട്ട്, മീൻസ് ഒരു മൈക്കുകളില്ലാതെ ഡയറക്റ്റ് ഫോണിൻ്റെ മൈക്രോഫോണുമായിട്ട് ഉള്ള വോയിസ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ആദ്യം ഈ ഒരു മൈക്കിൻ്റെ കണക്ഷൻ അതായത് റിസീവറിൻ്റെ കണക്ഷൻ നമ്മൾ വിച്ഛേദിപ്പിക്കണം. ഓക്കെ, നമുക്ക് ആ ഒരു മൈക്കൊന്ന് നമുക്ക് ടെസ്റ്റ് നോക്കാം. നിലവിൽ നമ്മൾ ഇവിടെ ഈ യൂസ് ചെയ്തിട്ടുള്ള മൈക്ക് എന്ന് പറയുന്നത് ബോയയുടെ മൈക്കാണ്. ബോയയുടെ M1 പറഞ്ഞുള്ള വയേർഡ് മൈക്കാണ്. അപ്പോൾ അത്യാവശ്യം അടിപൊളി ക്വാളിറ്റിയുള്ള ഒരു മൈക്കാണ് തോന്നുന്നുണ്ട്. ഇപ്പോൾ വയേർഡ് വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ വയേർഡ് ആണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുള്ളൂ. കാരണം ഈ വയർലെസ് എന്ന് പറഞ്ഞപ്പോൾ അതായത് ഏകദേശം ഒരു 10,000 രൂപ അല്ലെങ്കിൽ അതിൽ ആ റേഞ്ച്, അല്ലെങ്കിൽ ഏകദേശം 5,000 രൂപ റേഞ്ചിന്റെ മുകളിലുള്ള വയർലെസ് മൈക്കുകൾ തരുന്ന ഒരു ക്വാളിറ്റി എനിക്ക് ഈ വയേർഡ് മൈക്ക് തരുന്നുണ്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വയേർഡ് മൈക്കിന്റെ 2025 ഏകദേശം 4-5 വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ളതാണ് ബോയുടെ M1 പറഞ്ഞുള്ള ഈ ഒരു മൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈക്കാണ് ഈ വയേർഡ് മൈക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വയേർഡ് മൈക്ക് 2025 എങ്ങനെയുണ്ട്, നമ്മൾ അങ്ങനെ ഒരു റിവ്യൂ നമ്മൾ എന്തായാലും ചെയ്യും. ഓക്കെ, എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ലൊരു മൈക്കാണ് എന്ന്. അപ്പോൾ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് വയർലെസ് വേണോ, വയേർഡ് വേണോ, ഇനിയിപ്പോൾ ഡബിൾ ട്രാൻസ്മിറ്റർ വേണോ എന്നൊക്കെ നമ്മൾ ചൂസ് ചെയ്യാൻ. ആവശ്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ റേറ്റുകൾ മാറ്റുമ്പോൾ ക്വാളിറ്റി, കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിലും അതിൽ ക്വാളിറ്റിക്കാണ്, അത് നമ്മൾ എങ്ങനെയാണ്, അത് എന്താണെന്നല്ല, ക്വാളിറ്റിക്കാണ് നമുക്ക് എപ്പോഴും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം മൈക്ക് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ. ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഞാൻ എപ്പോഴും അത്യാവശ്യം നല്ല എന്താ പറയുക, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ ഞാൻ എപ്പോഴും പറയുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും ഫോണും നമ്മളും തമ്മിലുള്ളൊരു ഫോണിലൂടെയുള്ള മൈക്രോഫോണിന്റെ വോയിസ് നമ്മൾ ഒന്ന് കേട്ട് നോക്കാം. കാരണം അപ്പോഴേ നോയ്സ് നിലവിൽ ഇവിടുത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നോയ്സും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഫോണിന്റെ മൈക്രോഫോണുമായിട്ടാണ്. ഇപ്പോൾ സാംസങ്ങിന്റെ ഒരു S21 FE ആണെന്നുള്ളൊരു ഫോണിലാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനും ഫോണും തമ്മിൽ ഏകദേശം ഒരു 2 to 3 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാനും ഫോണും തമ്മിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ സിറ്റ് ഔട്ടിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ വോയിസും കാര്യങ്ങളും എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേപോലെ നോയ്സ് റിഡക്ഷനും കാര്യങ്ങളും നിലവിൽ ഫോണിലില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ നോയ്സുകളൊക്കെ ഫോൺ പിടിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിറ്റ് ഔട്ടിൻ്റെ സിറ്റുവേഷനിൽ നിന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് ഓപ്പണാണ് ലെഫ്റ്റും, അതേപോലെ നമ്മളെ ഫ്രണ്ടിലും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ വയേർഡ് മൈക്കിലൂടെയുള്ള വോയിസും അത് കഴിഞ്ഞിട്ട് നമ്മളെ ബോയുടെ V10 മൈക്കിലൂടെ ഉള്ള വോയിസും നമ്മൾ കേൾപ്പിക്കുന്നത്. കാരണം ഒരു വയേർഡ് മൈക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വയേർഡ് മൈക്കോട് ഞാൻ ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എന്ന് പറയുന്നത് ബോയുടെ M1 പറഞ്ഞുള്ള ഒരു വയേർഡ് മൈക്കിലൂടെയുള്ള വോയിസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ നോയ്സ് റിഡക്ഷൻ ഇപ്പോൾ ഈ വയേർഡ് മൈക്കിലൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും.
ഓക്കെ, നമുക്ക് അറിയാം വയേർഡ് മൈക്കിന് ഒരുപാട് പരിമിതികളുണ്ട് വയർലെസ്സിനെ അപേക്ഷിച്ചും. അപ്പോൾ ക്വാളിറ്റിയിലുള്ളൊരു മാറ്റങ്ങളും അവിടെ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുള്ള വോയിസ് കൂടി നമ്മളൊന്നുകൂടെ കേട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബോയ V10 പറഞ്ഞുള്ള വയർലെസ് മൈക്കിലൂടെയുള്ള വോയിസാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ വോയിസ് നോയിസ് ക്യാൻസലേഷൻ നിലവിൽ ഓണല്ല. നമുക്ക് അത് ഓൺ ആക്കിയിട്ടുള്ള ഒരു വോയിസ് ഒന്ന് കേട്ട് നോക്കാം. നമുക്ക് ഇപ്പോൾ ബ്ലൂ ലൈറ്റാണ് കത്തുന്നത്. നോയിസ് റിഡക്ഷൻ്റെ ബട്ടൺ നമ്മൾ ഓൺ ആക്കുമ്പോൾ നോയിസ് റിഡക്ഷൻ നമുക്ക് നോയിസ് ക്യാൻസലേഷൻ നിലവിൽ ഓണാണ്. അപ്പോൾ അതിൻ്റെ വോയിസുകളും കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കേൾക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ രീതിയിലുള്ള കിളികളൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മൈക്കുകൾ യാതൊരു രീതിയിലും മൈക്കുകൾ ഇല്ലാത്ത വോയിസും അതേപോലെ വയേർഡ് മൈക്ക് യൂസ് ചെയ്തപ്പോഴും വയർലെസ് മൈക്ക് യൂസ് ചെയ്തപ്പോഴും ഉള്ളൊരു വോയിസിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വയേർഡ് മൈക്കിന് ഏകദേശം 800 ആ ഒരു സംതിങ് ഒരു റേറ്റിലാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് ഒരു 6 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ വയേർഡ് മൈക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. വയർലെസ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയും യൂസ് ചെയ്യാം, പക്ഷെ അത് ക്വാളിറ്റികൾക്ക് മാറ്റം ഉണ്ടായിരിക്കും. എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ളത് വയേർഡ് മൈക്കിനാണ് പൊതുവെ നല്ലൊരു ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വയർലെസ്സിനെ അപേക്ഷിച്ച്, മീൻസ് ഈ റേറ്റിലുള്ള വയർലെസ്സിനെ അപേക്ഷിച്ച്. അപ്പോൾ ഒരു ഏകദേശം ഒരു 5000 എബോവിലുള്ള വയർലെസ് മൈക്കുകൾ തരുന്നൊരു ക്വാളിറ്റി വയേർഡ് മൈക്ക് തരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ ആമസോണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2200 രൂപയാണ് നിലവിലെ റേറ്റ്. ഇനിയിപ്പോൾ ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്, ഇനിയിപ്പോൾ കുറയാനും സാധ്യതയുണ്ട്. 2500 ആയിരുന്നു 2 ആഴ്ച മുന്നേ ഒക്കെ. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു മൈക്കിനെ കുറിച്ച് പറയുകയാണ്, ഓവറോൾ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 50 മീറ്റർ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. എന്തായാലും നമുക്കൊരു 30 മീറ്റർ കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റിയിലും കാര്യങ്ങളൊന്നും നമ്മൾ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം ഇല്ലാത്തൊരു മൈക്കാണ് ഈ ഒരു ബോയയുടെ V10 പറഞ്ഞുള്ള ഒരു മൈക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ V20 ആണെങ്കിൽ ഏകദേശം 2 ട്രാൻസ്മിറ്ററും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഏകദേശം 2 വർഷത്തോളം വാറണ്ടി ഈ ഒരു ബ്രാൻഡ് നമുക്ക് നിലവിൽ തരുന്നുണ്ട്. ഇപ്പം നമുക്ക് ആമസോണിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ 7 days റീപ്ലേസ്മെൻറ്റ് പോളിസിയും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ഓർത്ത് വയ്ക്കാം, ഏകദേശം 2500 രൂപ കൊടുത്തിട്ട് വേറെ ചില ബ്രാൻഡുകൾ നമുക്ക് കേസ് ചാർജ് ചെയ്യാനുള്ള കേസും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അപ്പം നിങ്ങൾ കൂട്ടത്തിൽ ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അതൊക്കെ ആ റേറ്റിലേക്ക് മാറിയ കേസ് തരുമ്പോഴും അതൊക്കെ റേറ്റിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഒരു മൈക്ക് പറയുമ്പോൾ ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത്. ചില കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും ക്വാളിറ്റി ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു മൈക്കിൽ അങ്ങനെ രീതിയിലുള്ള കേസുകളോ കാര്യങ്ങളൊന്നും തരുന്നില്ല. വയർ ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യണം. എന്നാൽ പോലും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മൈക്കായിട്ട് നിലവിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2500 രൂപയ്ക്ക് ഒരു സംശയമില്ല വെറുത്താണെന്ന് ഒരു സംശയമില്ല നമുക്ക് പറയാൻ പറ്റും. എന്തായാലും അടുത്തൊരു മൈക്കിൻ്റെ റിവ്യൂ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് വരെ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്.